അരി അരയ്ക്കാതെ മാവ് പുളിപ്പിക്കാതെ 10 മിനിറ്റിൽ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ കൊത്തിട്ട് കൊടുത്തൊന്ന് വറക്കണം. തേങ്ങയുടെ കളർ ഇതുപോലെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ട് 1 സ്പൂൺ എള്ളിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കപ്പിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത്. ഏത് കപ്പിലാണോ നമ്മൾ ശർക്കര അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കണം കേട്ടോ. സ്റ്റവ് കത്തിച്ച് നമുക്ക് സ്റ്റവിലോട്ട് പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലതായിട്ട് തിളച്ച് ശർക്കരയെല്ലാം നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് അരിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് അരിപ്പൊടിയും 1.5 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കണം. കൂടാതെ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് ചൂടോടുകൂടി ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ശർക്കരപ്പാനി എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇഡ്ഡലിമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ആയതുകൊണ്ട് ഒരു 3 നുള്ളു സോഡാപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഗ്ലാസ്സിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴികളിലും ഇതേ രീതിയിൽ മാവൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് മറു സൈഡ് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നോക്കിക്കേ, ഉണ്ണിയപ്പമൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. പഴമൊക്കെ ചേർത്ത് മാവ് പുളിപ്പിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.